എല്ലാവർക്കും നമസ്കാരം. ഞാൻ സഗീർ അറക്കൽ. ഈ 15-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി 15-ാം തീയതി 3 മണിക്ക് എടത്തല പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബിന്റെ സഹകരണത്തോടെ ആലുവ നജാത്ത് ആശുപത്രി ഫിറ്റ്നസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തപ്പെടുകയാണ്. വീണ്ടും ശക്തിയോടെ എന്ന ബാനറിലാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തപ്പെടുന്നത്. ഇത് 3-ാം തവണയാണ് ആലുവ നജാത്ത് ആശുപത്രി ഇത്തരം ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത്. സാധാരണ ഫുട്ബോൾ താരങ്ങൾക്ക് ഉണ്ടാകുന്ന ലിഗമെന്റ് ഇഞ്ചുറി ഇതുമൂലം വേദന അനുഭവിക്കുന്നതും കഷ്ടപ്പെടുന്നതുമായ ഫുട്ബോൾ താരങ്ങൾ ഒരുപാട് ആളുകൾ അത് സർജറി ചെയ്ത് ചികിത്സിച്ച് ഭേദമാക്കാറുണ്ട്. അപ്പോൾ അത്തരം സർജറി ചെയ്ത് ഭേദമായിട്ടുള്ള പരിക്കിൽ നിന്നും മോചിതരായിട്ടുള്ള ഫുട്ബോൾ താരങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഫുട്ബോൾ ടൂർണമെന്റാണ്, ഫിറ്റ്നസ് ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഈ തവണ നമ്മൾ വീണ്ടും ശക്തിയോടെ എന്ന ബാനറിൽ ആലുവ നജാത്ത് ആശുപത്രി സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് ആലുവ എടത്തല പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബിന്റെ സഹകരണത്തോടെയാണ് നടത്തുന്നത്. ഈ പരിപാടിയിൽ വെച്ചിട്ട് ഒരു നിരവധി ഫുട്ബോൾ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായിട്ടുള്ള MM ജേക്കബ് സാറ്, അദ്ദേഹത്തിന്റെ വീടിന് മുൻവശത്താണ് ഇപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എടുക്കുന്നതിനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹമായിട്ട് ഇത്തരം ഒരു ടൂർണമെന്റിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം നമുക്ക് ഒന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഒപ്പം ഇപ്പോൾ ഉള്ളത് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം MM ജേക്കബ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാറ് നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് ഇങ്ങനെ നജാത്ത് ഹോസ്പിറ്റലിലെ സ്പോർട്സ് ഇഞ്ചറി സർജറി വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് റിയാസ് സാറിൻ്റെ നേതൃത്വത്തിൽ ലിഗ്മെൻറ്റ് സർജറി കഴിഞ്ഞ ഫുട്ബോൾ താരങ്ങൾക്ക് ഫുട്ബോൾ ടൂർണമെൻറ്റ് അവർക്ക് ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു ടൂർണമെൻറ്റ് അവർ 3-ാം തവണയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നടത്തുന്നത്. നജാത്ത് ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ 3-ാം തവണയാണ് നടക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി 15-ാം തീയതി ഇതുപോലെ തന്നെ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് സാറിന് ഒരു ആദരവും കൂടിയും അവിടെ ഉണ്ടെന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു വീഡിയോ അതിനെക്കുറിച്ചിട്ട് ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് സാറിൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ സാറിന് അത്തരം ഒരു സർജറിയെ കുറിച്ചിട്ട് സാറിന് എന്താണ് പറയാനുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബും ഡോക്ടർ റിയാദിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് 3-ാം തവണയാണ് നടത്തുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ സർജറി കഴിഞ്ഞ കളിക്കാർ വീണ്ടും ഗ്രൗണ്ടിലേക്ക് വരാനൊരു മടി കാണിക്കുകയും അത് പാരൻസിനും അത് ഒരു പേടിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഒരു പ്രാവശ്യം ഇങ്ങനെ ഇഞ്ചുറി വന്നു, ഇനിയും വീണ്ടും അവന് ഇഞ്ചുറി ആവും എന്നുള്ളൊരു പേടി അവർക്കുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തു പോകുന്ന കളിക്കാരെ നജാത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടർ റിയാദും അതുപോലെ തന്നെ ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബും അവരുടെ നേതൃത്വത്തിൽ ഒരു നീ ഇഞ്ചുറി കഴിഞ്ഞ സർജറി കഴിഞ്ഞ കളിക്കാർക്ക് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് 3-ാം തവണയാണ് ഈ ക്ലബ്ബ് ഇതിങ്ങനെ സംഘടിപ്പിക്കുന്നത്. മുൻപെല്ലാം ഈ നീ ഇഞ്ചുറിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും കളിക്കളത്തിലേക്ക് വരാനായിട്ട് ഒരു മടിയായിരുന്നു. ഇനിയൊരു ഇഞ്ചുറി വരുമോ എന്നൊക്കെ ഉള്ളതായിരുന്നു. മുൻപെല്ലാം ഈ നീ ഇഞ്ചുറി വന്നാൽ ആ കളിക്കാരൻ്റെ ഭാവി അതോടുകൂടി അവസാനിച്ച മാതിരിയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ആർത്തോസ്കോപ്പി സർജറി നല്ല നിലയിൽ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഇവിടെ ആലുവയിലാണെങ്കിൽ ഡോക്ടർ റിയാദ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കളക്ടറേറ്റിലേക്ക് വരാനായിട്ടുള്ള ആ ധൈര്യം അവർക്ക് ഇല്ലാതെ വരികയും അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ വർഷവും ഒരു ടൂർണമെൻറ്റ് അവിടെ ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നജാത്ത് ഹോസ്പിറ്റൽ സഹകരണത്തോടുകൂടി നടത്തപ്പെടുന്നത്. ഏതായാലും ഒരു നല്ല കാര്യമാണ്. അവർക്ക് ഒരു ധൈര്യം കൊടുക്കാനും ആ കുട്ടികളെ കളിച്ച് വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ചു വരാനും സാധിക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനും ഏതാണ്ട് 10-20 കൊല്ലം മുൻപ് ഞാൻ നല്ല ടോപ്പിൽ കളിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു ഇഞ്ചുറി വന്നിട്ട്
ഞാൻ അന്നൊന്നും നമ്മുടെ ആലുവയിലോ അല്ലെങ്കിൽ ഈ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇത് ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞ ആ എക്സസൈസ് എല്ലാം ചെയ്ത് എൻ്റെ മസിലെല്ലാം ഡെവലപ്പ് ചെയ്ത് ഞാൻ ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങി. എനിക്ക് പഴയമാരെ കളിക്കാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ ഇഞ്ചുറി വന്നോ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം കളിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു തോന്നൽ ആർക്കും വേണ്ട. അവർക്ക് ധൈര്യമായിട്ട് കളിക്കാം. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ആ സർജറി കഴിഞ്ഞവർക്ക് മാത്രമായിട്ട് അവിടെ ഇടത്തലയിൽ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്ന ക്ലബിനും ഡോക്ടർ റിയാദിനും അവരുടെ ഹോസ്പിറ്റലിനും എല്ലാവിധ വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു.